മനുജ, ശശി തരൂരും കോൺഗ്രസും, അങ്ങനെ നമുക്ക് പറയാം, BJP അല്ല, ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്ത് നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതാവായ ഉദിത് രാജ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. BJPയുടെ സൂപ്പർ വക്താവ് എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച, പ്രത്യേകിച്ച് രാജ്യത്തിലില്ലാത്ത ഒരാളെ, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പോയ ഒരാളെ ഇത്തരത്തിൽ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ശശി തരൂർ അതിനകത്ത് ഇപ്പോൾ മറുപടി പറയുന്നില്ല, അതിന് മാന്യമായ ഒരു പക്വമായ ഒരു മറുപടി പറയുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. 6 സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയത് ശശി തരൂരും മറന്നു, മൻമോഹൻ സർക്കാരിനെ അപമാനിച്ചു, ഇത് പാടില്ല, കോൺഗ്രസ് നേതാക്കൾ എല്ലാം എതിരായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. ശശി തരൂരും പറയുന്നുണ്ട്. ശശി തരൂർ വേദന എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നേതാക്കളടക്കം, കോൺഗ്രസിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ പോലും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു വിഷയം വരുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ആരാദ്യം നടത്തി എന്നുള്ളൊരു അവകാശവാദം കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ BJPയോ കോൺഗ്രസോ എന്ന രീതിയിൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്, ചികഞ്ഞു പോവുകയാണെങ്കിൽ ഇവർ പറയുന്നുണ്ട് സർജിക്കൽ സ്ട്രൈക്ക്. എനിക്കൊന്ന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യ മൊത്തം കേൾക്കുന്നത് എനിക്കൊന്ന് 2016 ശേഷം തന്നെയാണ്. ഉറി അറ്റാക്ക് എന്ന ആ സിനിമ, സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ കോമൺ ആവുന്നത് എനിക്ക് തോന്നുന്നു. ടേം തന്നെ ആ ഒരു വാക്ക്. അപ്പോ അതിനു മുൻപ് തന്നെ ഇത്തരം വാക്കുകൾ അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഇനി നടത്തിയെങ്കിൽ പോലും റെക്കോർഡിക്കലി അതൊന്നും വന്നിട്ടില്ല. ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിന് പ്രകാരം 2016 അതായത് മിലിറ്ററി ലഫ്റ്റനന്റ് ജനറലായ രൺബീർ സിംഗ് അടക്കം പറയുന്നത് 2016 ശേഷമാണ് ഒഫീഷ്യലി ഇന്ത്യക്ക് സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ശശി തരൂരിനെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന കണക്ക് റെക്കോർഡിക്കലി ഒരു കാര്യം വെച്ചാണ് നമ്മൾ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു കാര്യം പറയേണ്ടത്. ശശി തരൂർ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ഇവിടെ ഉദിത് രാജിനെ പോലുള്ളവർ, അതായത് അദ്ദേഹം നമുക്ക് എഴുത്തള്ളാനാകില്ല, അദ്ദേഹം നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ പക്വത കാണിക്കണമെന്ന് തോന്നുന്നു. എന്താണ് മനുജയ്ക്ക് തോന്നുന്നത്? ശരത്ത് പറഞ്ഞ ഒരു വാക്കെടുത്തിട്ടാണ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ശശി തരൂർ. രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ശശി തരൂർ എന്തുകൊണ്ട് ശശി തരൂരിനെ BJP തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. കോൺഗ്രസ് പോലും അല്ല ശശി തരൂരിനെ ഒപ്റ്റ് ചെയ്യുന്നത്. BJP തെരഞ്ഞെടുത്തത് അയാൾ സംസാരിക്കുന്നത് ഫാക്ച്വൽ ആയിരിക്കും, അദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. 2016 പുൽവാമ അറ്റാക്കിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പുൽവാമ ആക്രമണത്തോടു കൂടിയാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പനാമയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ ഭാഗം ഞാനൊന്ന് വായിക്കാം. അത് നമ്മൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഞങ്ങൾ അതിർത്തി ഭേദിച്ച് ആക്രമിച്ചിട്ടില്ല. ആദ്യമായി ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ഉറി തീവ്രവാദ അറ്റാക്കിന് ശേഷമാണ്. ഉറിക്ക് ശേഷം രാജ്യം പുൽവാമ ഭീകരാക്രമണം 2019 നേരിട്ടു. മറുപടിയായി ബാലക്കോട്ടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു. ഇത്തവണ പഹൽഗാം ആക്രമണത്തിനു ശേഷം അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ, പഞ്ചാബ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണോ ഇന്ത്യ പറയുന്നത് മാത്രമാണ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒഫീഷ്യലായും അൺഒഫീഷ്യലായും കുറച്ച് കാര്യങ്ങളുണ്ടാവും, അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ടാവാം. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒന്ന്, ശശി തരൂരിനെ വിട്ടത് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശശി തരൂർ കോൺഗ്രസ് ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ BJP കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ തുടക്കം മുതൽ തന്നെ ശശി തരൂരിനെ കോർണർ ചെയ്യുന്ന, അല്ലെങ്കിൽ സംഘിയാണ് എന്ന് ചാപ്പ കുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശശി തരൂരിന്റെ 3-4 പ്രസംഗങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് വെച്ചത് ശശി തരൂർ വ്യക്തമായി പഹൽഗാം അറ്റാക്ക് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്ത് ഇന്ത്യയുടെ വിഷൻ എന്താണ്, ഇന്ത്യ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നുള്ള ഇന്ത്യയുടെ ടോട്ടൽ വിഷനെ കുറിച്ചും, ഇത് മറ്റുള്ള രാജ്യങ്ങളെ മാത്രമല്ല, ഇവർ വളരെ പ്രധാനമായി പറയുന്നത് മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ പലതവണ പാകിസ്ഥാനെ അപ്രോച്ച് ചെയ്തിരുന്നു തീവ്രവാദികളെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്, പാകിസ്ഥാന്റെ നേതൃനിരയോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ട് പോലും അവരാൽ നയിക്കപ്പെടുന്ന തീവ്രവാദി സംഘങ്ങൾ ഞങ്ങളെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾ ഇനി തിരിച്ചാക്രമിക്കും എന്നുള്ള ഇന്ത്യയുടെ നയമാണ് അവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ നയം ഇന്ത്യൻ പ്രതിനിധിയല്ലാതെ മറ്റാരാണ് പറയുക? അതിൽ എന്തിനാണ് ഇവർക്ക് ഇത്ര അജിറ്റേഷൻ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശശി തരൂരിനെ ഞാൻ എപ്പോഴും പറഞ്ഞത്, നോക്കൂ, ഞങ്ങളുടെ ശശി തരൂരിനെ നിങ്ങൾ കൊണ്ടുപോയി രാജ്യത്തിന് വേണ്ടി സംസാരിപ്പിക്കൂ, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതാണ്. എത്ര മനോഹരമായി കോൺഗ്രസിന് എടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ ശശി തരൂർ മോദിനെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മോദി സർക്കാരില്ല, കേന്ദ്രം ഇന്ത്യ എന്നാണ് പറയുന്നത്. അതല്ലേ പറയേണ്ടത്, പിന്നെ എന്താണ് ശരത് പറയുക?
ഇവിടെ അവര് തന്നെ സ്വയം കൽപ്പിക്കുന്നു ഇന്ത്യ എന്നാൽ മോദിയാണെന്ന് കോൺഗ്രസ് തന്നെ എടുത്തതിന്റെ തീരുമാനമായിട്ടല്ല. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരത്തെ ശശി തരൂർ വ്യക്തമായിട്ട് പറഞ്ഞു, രാഷ്ട്രീയം മാറ്റി നിർത്താം, രാജ്യത്തിന് വേണ്ടി സംസാരിക്കാം. അദ്ദേഹം ഇന്നലെയും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് പണികളുണ്ട്. ഇത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിച്ച് പറയാറില്ല. പക്ഷേ രാജ്യത്തിന് വേണ്ടിയാണ് ഒരിക്കൽ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ എങ്ങനത്തെ നേരത്തെ പറയുന്ന അജിറ്റേഷൻസ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. തുടക്കം മുതൽ പറയുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, പാകിസ്ഥാനെതിരെ കൃത്യമായ നടപടി എടുക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം പറയുന്നത്, ഒരിക്കലും ശശി തരൂർ കോൺഗ്രസിനെ ഒരു കാലത്തും അവഹേളിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ദിരാഗാന്ധി സർക്കാരിനെ ആയാലും മോദി സർക്കാരിനെ ആയാലും അവരെ വേർതിരിച്ച് പറയും, രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഇന്ദിരാഗാന്ധി സർക്കാർ മോശമാകണമെന്ന രീതിയിൽ പറയില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ കോൺഗ്രസിനെ അന്നത്തെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്. കാർഗിൽ എന്തുകൊണ്ട് സംഭവിച്ചു? അദ്ദേഹം ഇൻസിഡന്റുകളായാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രശ്നം ഈ വിഷയത്തിൽ സമഗ്രമായ രീതിയിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ആർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു നയത്തെ കോൺഗ്രസിന് ഒരു തരത്തിലും എതിർക്കാൻ സാധിക്കുന്നില്ല. എല്ലാത്തിനെയും എതിർക്കുന്നതാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ അത് മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വിചാരിക്കും. ഒരു രാഷ്ട്രത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നിടത്താണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ജനങ്ങളുടെ സർക്കാരാണ് അല്ലേ, സർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർന്നാണ് ആയി മാറുന്നത്. പക്ഷേ ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഈ ഒരു മെച്യൂരിറ്റി ഇവർക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് തുടർച്ചയായി അവർ ശശി തരൂരിനെ തന്നെ വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത്. ശശി തരൂർ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എനിക്ക് രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ശരത്ത്, ഇവർ വിചാരിക്കുന്ന എന്താണ്, ഇയാൾ പനാമയിലേക്ക് കയറുന്നതിന് മുന്നേ മോദീനെ രണ്ട് സ്തുതിച്ചെഴുതും, അല്ലെങ്കിൽ വായിൽ വരുന്നത് അങ്ങ് പറയാം. അല്ല, ഓവൈസി എന്താണ് ഇന്നലെ സൗദി സംസാരിച്ചത്, ജോൺ ബ്രിട്ടാസ് എന്താണ് സംസാരിക്കുന്നത്, ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അവർ വ്യക്തമായി പഠിച്ചല്ല ഡിസ്കസ് ചെയ്ത് ഇന്ത്യയുടെ പോയിന്റ്സ് ആണ് പറയുന്നത്. ഇവരെല്ലാം പറയുന്നത് ഒരു കാര്യമാണ്, അവരുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ അതിലൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടെന്നേ ഉള്ളൂ. ശശി തരൂരിന് കുറച്ചുകൂടി മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നത് കൂടിയുണ്ട്. അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് കിട്ടുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്, പല രീതിയിൽ ഒരേ ആശയം പ്രചരിപ്പിക്കുന്നിടത്ത് ശശി തരൂരിനെ മാത്രം കോർണർ ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ് സത്യത്തിൽ ചെയ്യുന്നത് PV അൻവറിനെ പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഭാവിയിലേക്ക് പോകുന്നു. എല്ലാ കാലത്തും ഒരു ഗുണം ഉണ്ടായിരുന്നു ഞാൻ കരുതിയിരുന്നത്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം, ഒരു നേതാവിന് അവരുടെ നിലപാടുകൾ പച്ചയ്ക്ക് വിളിച്ച് പറയാനുള്ളതായിരുന്നു. ഒരു കേഡർ പാർട്ടി എന്ന രീതിയിലല്ല. നമുക്കിവിടെ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തിനായാലും BJPക്കും കുറച്ച് എന്താ പറയുക ഒരു പിടുത്തമുണ്ട്, എന്തും തുറന്നു പറയാനുള്ള അവകാശമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്യേണ്ടത് ആർക്കും എന്തും പറയും. ഇപ്പൊ അത് PV അൻവറിന്റെ വിഷയം നമ്മൾ തന്നെ കണ്ടതാണ്. ഓരോ നേതാക്കളും ഓരോ അഭിപ്രായം പറയുന്നുണ്ട്, അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം, അതിന്റെ പേരിൽ വലിയതുണ്ട്. ശശി തരൂർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് കോൺഗ്രസ് അത് അദ്ദേഹത്തിന് പറ്റിയൊരു ഇടം തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്ത് പോയി ഇത്രയും അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ കോൺഗ്രസിനോട് നിൽക്കുന്നത്. അത് കോൺഗ്രസിന്റെ മഹാത്മ്യം പറയാതെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിലനിൽക്കുന്നത്. പക്ഷെ അത് കോൺഗ്രസിന് അത് മനസ്സിലാകുന്നില്ല. അവരെന്തോ സ്വയമേ ഒരു നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ എത്തില്ല. നമ്മൾ എപ്പോഴും പറയുകയാണ്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ തടഞ്ഞു നിർത്തിയാൽ സാധാരണ ഇപ്പൊ നമ്മളെന്താണ്, നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ, നമ്മളിപ്പോൾ ഈ സമയത്ത് എന്താണ് ചെയ്യുക? ഞാനിപ്പോൾ ഒരു അനുഭാവിയാണ്, രാഷ്ട്രീയ അനുഭാവിയാണ്. അപ്പോൾ ഞാനിപ്പോ രാജ്യത്തിനെതിരെ വരുമ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയെക്കാളും നമ്മൾ കാണുന്നത് ഒരുപക്ഷെ രാജ്യത്തിനെ ആയിരിക്കും. അത് തന്നെയാണ് ശശി തരൂരും ചെയ്തത്. ഇവിടെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട് കോൺഗ്രസിന്റെ ഒരു നിലപാട്, ആ രാഷ്ട്രീയം കളിക്കുന്നത് അത്രയും യുക്തിയുള്ളതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഓരോ നിലപാടുകളും സസൂക്ഷ്മം നമ്മൾ സാധാരണക്കാരാണ് നിരീക്ഷിക്കുക. രാഷ്ട്രീയമുള്ളവരെക്കാൾ രാഷ്ട്രീയമില്ലാത്തവർ സാധാരണക്കാരുടെ ശബ്ദമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ സ്വയം വില കളയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്.